ശാന്തി. ഭൃഗുടി അകാല സിംഹാസനത്തിൽ വിരാജമാനായ ഞാൻ ഒരു ചൈതന്യ പ്രകാശപുഞ്ചമാണ്. ഞാൻ അനന്ത ശക്തിമാനാത്മാവാണ്. 5 തത്വങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഈ ശരീരത്തിലിരിക്കുന്നെങ്കിലും ഞാൻ ദേഹത്തിൽ നിന്നും ഭിന്നമാണ്. ഈ ദേഹത്തിൽ നിന്നും, ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും അനാസക്തമായി ഞാൻ ആത്മാ ഭൃഗുടിയിൽ നിന്നും പുറത്തു വന്ന് പ്രകാശത്തിൻ്റെ വേഗതയിൽ പറന്നുയർന്ന് മുക്തിധാമത്തിലെത്തുന്നു. മുഴുവൻ ബ്രഹ്മാണ്ടവും ചുവന്ന പ്രകാശമാണ്. സർവത്ര ശാന്തിയാണ്. ഈ ലോകത്തിലെ മായാവി വാതാവരണത്തിൽ നിന്നും ഞാൻ പൂർണ്ണമായും മുക്തമായിരിക്കുന്നു. എൻ്റെ മുന്നിൽ സർവശക്തിവാൻ ജ്ഞാന സൂര്യശുഭാബയെ കാണുന്നു. ശക്തിശാലി കിരണങ്ങൾ ഞാൻ ആത്മാവിലേക്ക് എത്തുന്നു. ഈ കിരണങ്ങൾ എൻ്റെ പഴയ വികാരി സംസ്കാരങ്ങളുടെ ശുദ്ധീകരണം നടത്തുന്നു. ജ്വാലാസ്വരൂപത്തിൽ കിരണങ്ങൾ യോഗാഗ്നിയായി എന്നിൽ ജന്മജന്മാന്തരങ്ങളിലെ മുഴുവൻ വികാരങ്ങളും ഭസ്മമാക്കുന്നു. സർവവികാരങ്ങളെയും ഞാൻ സദാകാലത്തേക്ക് സമാപ്തമാക്കുന്നു. വിജയം പ്രാപ്തി ചെയ്യുന്നു. മുഴുവൻ വികർമ്മങ്ങളും ഭസ്മമാകുന്നു. പരമാത്മശക്തിയുടെ ജ്വാലയിലൂടെ ഞാൻ ആത്മാ പവിത്രമാകുന്നു. സംസ്കാര പരിവർത്തനം നടക്കുന്നു. ബാബ എന്നിൽ സർവ ദിവ്യ ഗുണങ്ങളും നിറക്കുന്നു. ഈ സമ്പൂർണ്ണ അവസ്ഥയോടെ ഞാൻ പരമധാമത്തിൽ നിന്നും താഴേക്കിറങ്ങി പവിത്ര പ്രകമ്പനങ്ങൾ നാലുപാടും പരത്തിക്കൊണ്ട് ഈ സാകാര സൃഷ്ടിയിൽ അവതരിക്കുന്നു. ഞാൻ എൻ്റെ ബുദ്ധി സംസ്കാരങ്ങളുടെ അധികാരിയാണ്. എൻ്റെ സർവ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെയും അധികാരിയാകുന്നു. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. ഈ കർമ്മക്ഷേത്രത്തിൽ കർമ്മം ചെയ്യേണ്ടതാണ്. ജ്ഞാനസാഗരനായ ബാബ മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെയും ജ്ഞാനം പറഞ്ഞു തന്നു. ഞാൻ ഈ പഠിത്തത്തിലൂടെ പുതിയ ലോകത്തേക്ക് പോകാൻ യോഗ്യനായിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ പഠിത്തത്തിൻ്റെ ആധാരവും യോഗബലമാണ്. ബാബയിൽ എനിക്ക് പരിപൂർണ നിശ്ചയമുണ്ട്. ഡ്രാമയിൽ നിശ്ചയമുണ്ട്. സ്വയം തന്നിലും പരിവാരത്തിലും നിശ്ചയമുണ്ട്. നിശ്ചയബുദ്ധിയോടെ
ഞാൻ ബാബയുടെ കയ്യിൽ കൈകോർത്ത് മുമ്പോട്ടു പോകുന്നു. ബാബ എന്നെ മുമ്പോട്ട് നയിക്കുന്നു. പഠിത്തത്തിൻ്റെ മുഴുവൻ ആധാരവും യോഗത്തിലാണ്. യോഗത്തിലൂടെ ആത്മാവ് പവിത്രമാകുന്നു, വികർമ്മം വിനാശമാകുന്നു. ബാബയെ പൂർണ്ണമായും തിരിച്ചറിയുന്നില്ലെങ്കിലും ക്രിമിനൽ ദൃഷ്ടിയാകുന്നതിലൂടെയും ബാബയുടെ കൈവിടുന്നു. എൻ്റെ വീട് ശാന്തിധാമമാണ്. ഇവിടെ ഞാൻ പാർട്ട് അഭിനയിക്കാൻ വന്നതാണ്. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. ഞാനിപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് പാവനമായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പിതാവിനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ബാബയെ ഓർമ്മിച്ച് പവിത്രമായി മുക്തിധാമം ശാന്തിധാമത്തിലെത്തിച്ചേരുന്നു. മുക്തിയുടെ അർത്ഥമാണ് ദുഃഖത്തിൽ നിന്നും മുക്തമാകുക. ബാബ ജ്ഞാനസാഗരനാണ്, പതിത പാവനനാണ്, നിരാകാരിയാണ്. ആ ബാബ എന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ മറ്റുള്ളവർക്കും ബാബയുടെ പരിചയം നൽകുന്നു. ഈ പഠിത്തത്തിനു മുമ്പ് ഞാൻ നാസ്തികരായിരുന്നു. പരംപിത പരമാത്മാവ് എന്നെ ആസ്തികനാക്കിയിരിക്കുന്നു. ബാബയാണ് രചയിതാവ്. പുതിയ ലോകത്തിന്റെ സ്ഥാപനയും പഴയ ലോകത്തിന്റെ വിനാശവും നടത്തുന്നു. ഈശ്വരീയ ദൈവിക ലോകം ഈശ്വരൻ സ്ഥാപിക്കുന്നു. ഞാനിപ്പോൾ ഈശ്വരീയ പരിവാരത്തിലേതാണ്, പിന്നീട് ദൈവിക പരിവാരത്തിലേതാകും. ഈശ്വരൻ എന്നെ സ്വർഗത്തിലെ ദേവതയാക്കുന്നതിന് യോഗ്യനാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ആസുരീയ ഭ്രഷ്ടാചാരി ലോകമാണ്. എനിക്കറിയാം, ഇവിടെ ഞാൻ ബാബയോടൊപ്പമാണിരിക്കുന്നത്. ബാബ ടീച്ചറാണ്, സദ്ഗുരുവുമാണ്. എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു, എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകും. ഈ ലോകത്തിൽ ഇതെന്റെ അന്തിമ ജന്മമാണ്. എൻ്റെ ബുദ്ധിയിൽ സൃഷ്ടിചക്രത്തിന്റെ ജ്ഞാനം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സുദർശന ചക്രധാരിയാകുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഞാൻ ദേവീ ദേവതയാകാനുള്ള പഠിത്തം പഠിച്ച് സ്വയത്തെ യോഗ്യനാക്കുന്നു. ഈ പരിധിയില്ലാത്ത കളിയിൽ ഓരോ അഭിനേതാവിൻ്റെയും ഭാഗവും സ്ഥാനവും വ്യത്യസ്തമാണ്. ഞാൻ വിശ്വത്തിന്റെ ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും ഓർമ്മിച്ച് സുദർശന ചക്രധാരിയാകുന്നു. ബാബ വരദാനം തന്നിരിക്കുന്നു. ബാബയുടെ ഓരോ ശ്രീമതവും പാലിക്കുന്ന സത്യമായ സ്നേഹി പ്രിയതമയായി ഭവിക്കൂ. ഞാൻ സദാ ഒരേ ഒരു ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ബാബയുടെ ഓരോ വാക്കുകളും പ്രിയങ്കരമായി അനുഭവപ്പെടുന്നു.
ബ്രാഹ്മണ ജീവിതത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. സത്യമായ പ്രിയതമകൾ ഒരു പ്രയാസവുമില്ലാതെ ബാബയുടെ ശ്രീമതം പാലിക്കുന്നു. സദാ ഉണർവും ഉത്സാഹവും ഉണ്ടായിരിക്കും. വലിയ കാര്യവും ചെറുതായി അനുഭവപ്പെടുന്നു. ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അതെനിക്കു വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫീലിങ്സ് വന്നാൽ അത് ഫെയിലാകുന്നതിൻ്റെ അടയാളമാണ്. ഓം ശാന്തി.